ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരു സന്ധ്യാസമയത്തോടെ ഇപ്രകാരം ദൈവസേനയിലെ ദൈവജന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. അതോർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിൾ സർവേ ആണ് നാം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് ബൈബിൾ സർവേയുടെ 45-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. ഇപ്പം പ്രവചന പുസ്തകങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഓശയ്യയുടെ പ്രവചനത്തിൽ നിന്നും മോശയുടെ പുസ്തകത്തിൽ നിന്നുമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് ഓശയ്യയ്ക്ക് ശേഷം അടുത്ത പുസ്തകമായിട്ടുള്ള യോവേൽ പ്രവചനത്തിലേക്ക് അല്ലെങ്കിൽ യോവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് അതിൽ നിന്ന് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. 3 അധ്യായം മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് യോവേലിന്റെ പുസ്തകം. എന്നാലും ഇതിൽ അനേക ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്രകാരമുള്ള ഒരു പുസ്തകമാണ് യോവേലിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ യോവേൽ എന്നുള്ള പേര് നമുക്കറിയാം. എല്ലാ പ്രവചന പുസ്തകങ്ങളിലെ പോലെ അതിന്റെ എഴുത്തുകാരനായിട്ടുള്ള യോവേലിന്റെ പേരിലാണ് ഈ പുസ്തകവും അറിയപ്പെടുന്നത്. യോവേലാണ് പ്രവാചകൻ, അതുപോലെ യോവേലാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ. അതുകൊണ്ട് ആ പേരിൽ തന്നെയാണ് ഈ പുസ്തകം യോവേൽ പ്രവചനം അറിയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ യോവേലിനെ കുറിച്ച് നാം ഈ അധികമൊന്നും ഡീറ്റെയിൽ ആയിട്ട് നാം കാണുന്നില്ല. ഈ യോവേൽ പ്രവാചകനെ കുറിച്ച് 1-ാം അധ്യായം 1-ാം വാക്യത്തില് യോവേലിന്റെ പിതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്ന ഇപ്രകാരമാണ്: പെതുവേലിന്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യോവേലിനെ കുറിച്ച് ആകെ ഇത്രയും ഡീറ്റെയിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. യോവേലിന്റെ പിതാവിന്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്. പെതുവേലിന്റെ മകനായിട്ടുള്ള യോവേൽ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. യോവേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ദൈവം, യഹോവ എന്റെ ദൈവം എന്നുള്ള പേരാണ് യോവേൽ എന്നുള്ളത്. യോവേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ ദൈവം. യോവേലിന്റെ കാലഘട്ടം ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. എന്നാൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു പക്ഷെങ്കിൽ അല്ലെങ്കിൽ യഹൂദ രാജാവായിട്ടുള്ള യോവാഷിന്റെ കാലത്ത് യോവേല് തന്റെ പ്രവചന ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് ന്യായമായിട്ടും വിശ്വസിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. യോവാഷിന്റെ, യഹൂദ രാജാവായിട്ടുള്ള യോവാഷിന്റെ കാലത്താണ് യോവേല് പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നമുക്ക് ന്യായമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രവചനം നാം വായിക്കുമ്പോൾ, ഈ പുസ്തകം നാം വായിക്കുമ്പോൾ അതില് രാജാവിനെ പറ്റി യാതൊരു പരാമർശവുമില്ല. ഒരു രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് മൂപ്പന്മാരെയും അതുപോലെ പ്രവാചകന്മാരെയുമാണ്. നാം ചില വാക്യങ്ങൾ നാം നോക്കിയാല് 1-ാം അധ്യായം 2-ാം വാക്യത്തില് നാം വായിക്കുന്നത്: ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ച് പറയണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-ാം വാക്യത്തില് മൂപ്പന്മാരെ ഇത് കേൾപ്പിൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. അപ്പോൾ രാജാവിനെ കുറിച്ച് ഇവിടെ യാതൊരു പരാമർശവുമില്ല. ഇവിടെ മൂപ്പന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ 2-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളില് സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശദീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെ മുല കുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവിൻ, മണവാളൻ മണിവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. അവിടെ മൂപ്പന്മാരെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് മൂപ്പന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. ഒരു രാജാവിനെ കുറിച്ചൊരു പരാമർശം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു പരിസ്ഥിതി നാം യോവാഷ് രാജാവിന്റെ കാലത്താണ് നാം യഹൂദയില് കാണുന്നത്. യോവാഷ് രാജാവായിരുന്നെങ്കിലും യോവാഷിനെ കുറിച്ച് നമുക്കറിയാം. യോവാഷ് രാജാവായപ്പോൾ 7 വയസ്സായി. 7 വയസ്സിലാണ് യോവാഷ് രാജാവായത്. നാം നോക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 24-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ന്റെ 21-ന് നമുക്ക് കാണാൻ സാധിക്കും. 2 ദിനവൃത്താന്തങ്ങൾ 24-ന്റെ 1, 2 ദിനവൃത്താന്തങ്ങൾ 24-ന്റെ 1-ല് നമ്മൾ വായിക്കുന്ന: യോവാഷ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരൂശലേമിൽ വാണു. അപ്പോൾ തന്നെ വായിച്ചു തുടങ്ങിയപ്പോൾ 7 വയസ്സായിരുന്നു. അതുപോലെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ന്റെ 21-ലും നമുക്ക് അതേ കാര്യം കാണാനായിട്ട് സാധിക്കും. യോവാഷ് വായിച്ചു തുടങ്ങിയപ്പോൾ 7 വയസ്സായിരുന്നു.
അപ്പോൾ 7 വയസ്സായി ആയിരുന്ന യോവാഷ് രാജാവായി. അതുകൊണ്ട് തന്നെ അവിടെ അവിടെ ദിനവൃത്താന്തങ്ങൾ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഭരണം നടത്തിയിരുന്നത്, നമുക്കറിയാം 7 വയസ്സായിട്ടുള്ള ഒരു ബാലനെ സംബന്ധിച്ച് ഭരണം നടത്തുക എന്ന് പറയുന്നത് അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അവിടെ ഭരണം നടത്തിയത് മഹാപുരോഹിതനായിട്ടുള്ള യഹോയാദ പുരോഹിതനും അതുപോലെ മൂപ്പന്മാരുമാണ് ഭരണം നടത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ യോവേലിന്റെ പ്രവചനം എഴുതുമ്പോൾ രാജാവിനെ കുറിച്ച് പരാമർശിക്കാതെ മൂപ്പന്മാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് യോവാഷിന്റെ ഭരണകാലത്താണ് ഈ യോവേല് തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, രണ്ടാമത്തെ കാരണം യോവാഷിന്റെ സമയത്താണ് യോവേൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചതെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, നാം ഈ പുസ്തകം നാം വായിക്കുമ്പോൾ ഇതിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നത് സോറ്, സീദോൻ, ഫിലിസ്ത്യർ, മിസ്രൈം, ഏദോം എന്നീ ശത്രുക്കളെ കുറിച്ചാണ്. നമ്മൾ നോക്കുമ്പോൾ 3-ാം അധ്യായം, യോവേൽ പ്രവചനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നത് സോരും സീദോനും സകല ഫലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ. പിന്നീട് 3-ന്റെ 14 ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാള് 3-ന്റെ 19-ാം വാക്യം. യഹൂദദേശത്ത് വെച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് അവരോട് ചെയ്ത സാഹസ ഹേതുവായി മിസ്രയും ശൂന്യമായി തീരും, ഏദോം നിർജ്ജന മരുഭൂമിയായി ഭവിക്കും. അപ്പോൾ ഇവിടെ ഈ പുസ്തകത്തില് പറഞ്ഞിരിക്കുന്ന യഹൂദയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് സോറ്, സീദോൻ, ഫിലിസ്ത്യർ, മിസ്രയും, ഏദോം എന്നിവരാണ്. എന്നാല് പ്രവാസകാലത്തും പ്രവാസത്തിന് ശേഷവും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് അശൂര്, ബാബിലോൺ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. എന്നാൽ അവരെ കുറിച്ചൊന്നും പരാമർശിക്കാതെ ഈ സോർ, സീദോൻ, ഫിലിസ്ത്യർ, മിസ്രൈം, ഏതോ തുടങ്ങിയ ശത്രുക്കളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രവാസത്തിന് വളരെ മുമ്പ് എഴുതിയ, അല്ലെങ്കിൽ പ്രവാസത്തിന് മുമ്പ് എഴുതിയ ഒരു പുസ്തകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിനു ശേഷം ആമോസിന്റെ പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. ആമോസിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ ആമോസിന്റെ സമയം എന്ന് പറഞ്ഞാൽ യോവാഷിന്റെ മകനായ യെരോബെയാമിന്റെ കാലത്താണ്. യോവാഷിന്റെ മകന്റെ സമയത്താണ് ആമോസ് പ്രവാചകന്റെ സമയം. അപ്പോൾ ഈ ആമോസിന് യോയേൽ പ്രവചനം പരിചയം ഉണ്ടായിരുന്നു. നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആമോസിന്റെ പുസ്തകം, ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം. ആമോസ് 1-2. അവൻ പറഞ്ഞതോ, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽപ്പുറങ്ങൾ ദുഃഖിക്കും. ഇതേ കാര്യം യോവേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോവേൽ 3-16 യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. അപ്പോൾ ആമോസ്, യോവേൽ പ്രവചനം ആമോസിന് പരിചയമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആമോസ് ഇത് കോട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 13-ാം വാക്യം. ആമോസ് 9-13. 9-13. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവന് വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകി പോവുകയും ചെയ്യുന്ന നാളുകൾ വരും എന്ന്. യോവേൽ പ്രവചനം 3-18 നമ്മൾ അത് തന്നെ വായിക്കുന്നു. എന്നാൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം ഒഴുക്കും. അതേ കാര്യം. അതായത് ആമോസ്
യോവേൽ പ്രവചനം അറിയാമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആമോസിന് മുമ്പ് യോവേൽ പ്രവചനം എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആമോസിന്റെ കാലഘട്ടം വളരെ വ്യക്തമായിട്ട് യോവാഷിന്റെ മകനായ യെരോബിയാമിന്റെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് യോവാഷിന്റെ സമയത്ത് യോവാഷ് രാജാവിന്റെ സമയത്താണ് യോവേൽ പ്രവാചകന്റെ സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ പ്രവചനത്തിന്റെ ഉദ്ദേശം, യോവേൽ പ്രവചനത്തിന്റെ ഉദ്ദേശം നാം നോക്കുകയാണെങ്കിൽ അവിടെ യഹൂദ ദേശത്ത് വലിയ വിപത്ത് സംഭവിക്കുന്നതായിട്ട്, ആ കാലത്ത് വലിയ വിപത്ത് ദേശത്ത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോവേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 4 വരെ. പെതുവേലിന്റെ മകനായ യോവേലിനുണ്ട് യഹോവയുടെ അരുളപ്പാട്. മൂപ്പന്മാരെ ഇത് കേൾപ്പിൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. അപ്പോൾ ഒരു വലിയ വിപത്ത് ആ ദേശത്ത് ഉണ്ടായി. അവരുടെ ദേശത്ത് ഒരു വലിയ വിപത്തുണ്ടായി. അപ്പോൾ ആ വിപത്തിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുന്നത്. തുള്ളൻ, അതിനുശേഷം വെട്ടുക്കിളി, വെട്ടുകിളിക്ക് ശേഷം വിട്ടില്, വിട്ടിലിന് ശേഷം പച്ചപ്പുഴു. അങ്ങനെ അവരുടെ കൃഷി ഒന്നും സഫലമാകാതെ പോകുന്ന ഒരു കാഴ്ച, ഒരു വലിയ ഒരു വിപത്ത് ആ ദേശത്തിന് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിപത്ത് എന്ന് പറയുന്നത് അത് തനിയെ ഉണ്ടായതല്ല, അത് ദൈവത്തിന്റെ ശിക്ഷയാണ്, ദൈവത്തിന്റെ ന്യായവിധിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചാൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശാപവും നമുക്ക് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 38-ഉം 39-ഉം വാക്യങ്ങൾ വായിക്കാം. ആവർത്തനം 28-ന്റെ 38, 39. നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുക്കിളി തിന്നു കളക കൊണ്ട് കുറെ മാത്രം കൊയ്യും. നീ മുന്തിരി തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്നു കളക കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല, പഴം ശേഖരിക്കുകയുമില്ല. അപ്പൊ അവര് വിത്ത് വിതയ്ക്കുന്നുണ്ട്, മുന്തിരിവള്ളി നടുന്നുണ്ട്, മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും സഫലമാകുന്നില്ല. വിട്ടിലും അതുപോലെ പുഴുവും തുള്ളനും ഒക്കെ തിന്ന് അത് നശിപ്പിക്കാം. അത് ദൈവത്തിന്റെ ശിക്ഷയാണ്, ദൈവത്തിന്റെ ശാപമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദേശത്തിന്റെ മേൽ വന്ന വലിയ വിപത്ത് എന്ന് പറയുന്നത് അത് പെട്ടെന്നുണ്ടായതല്ല, അത് ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് പരിഹാരമായിട്ട് മാനസാന്തരപ്പെട്ട ദൈവസന്നിധിയിലേക്ക് വരിക, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് ആ ഒരു അവസ്ഥയ്ക്ക് വിടുതലുള്ളൂ എന്ന് നമുക്ക് ഈ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിനുള്ള ബന്ധത്തില് രാജാക്കന്മാർ 1-ാം പുസ്തകം 8-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 രാജാക്കന്മാർ 8-ന്റെ 37 മുതൽ 40 വരെ. 1 രാജാക്കന്മാർ 8-ന് 37 മുതൽ 40. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകത്തെ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ്റെ മനപീഠ അണിഞ്ഞ് ഈ ആലയത്തിങ്കലേക്ക് കൈ മലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേട്ടു ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക്
നീ കൊടുത്ത ദേശത്ത് ഓക്കെ, അവർ അവിടെ നമ്മൾ വായിക്കുന്നത് ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവ ഉണ്ടായാല് അവര് എന്ത് ചെയ്യണം? നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുക, ഓരോരുത്തരും താൻ മനപ്പീട് അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെട്ട് ദൈവസ്ഥനിൽ വരിക, എങ്കിലേ ദേശത്തിന് വിടുതൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ശിക്ഷ വന്നത്, അല്ലെങ്കിൽ ഈ ഒരു വിപത്ത് ദേശത്ത് വന്നത് ആ വലിയൊരു ക്ഷാമത്തിന്റെ സമയം ദേശത്ത് വന്നതിന്റെ കാരണം അവരുടെ പാപമാണ്. അവർ ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ വിടുതലുണ്ടാകൂ എന്ന് നമുക്ക് ഈ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ യഹോവയെ സേവിക്കാതെ അന്യ ദൈവങ്ങളെ സേവിക്കുമ്പോൾ വരുന്ന ശിക്ഷയാണ് ഇതൊക്കെ എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതാണ് ഈ പ്രവചനത്തിന്റെ ഉദ്ദേശം. അത് മാത്രമല്ല, ഈ അവരുടെ വിളവുകളിൽ വന്ന ഈ തുള്ളൻ വെട്ടുക്കിളി എന്നുള്ള വിപത്തല്ലാതെ ശക്തിയുള്ളതും സംഖ്യ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ജാതി അവർക്കെതിരായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, യോവേൽ 1:6. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു, അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അപ്പോൾ ആ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വലിയ വിപത്താണ്, വലിയ ഒരു പ്രതിസന്ധിയാണ് ദേശത്ത് വന്നിരിക്കുന്നത്. അവരുടെ കൃഷി വിളയുന്നില്ല, അതെല്ലാം നശിച്ചു പോവുകയാണ്. അങ്ങനെ ഉള്ളൊരവസ്ഥ ദേശത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? ഈ യോവേൽ പ്രവചനത്തിൽ യോവേൽ എന്താണ് പറയുന്നത്? 1-ാം അധ്യായം 13-14 വാക്യം, ഇതിന്റെ 13-14. പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പിൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുവൻ, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങി പോയിരിക്കൊണ്ട് നിങ്ങൾ വന്ന് രട്ടുടുത്ത് ഈ വിപത്തിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് എന്ത് മാർഗമാണുള്ളത്? അവിടെ പറയുന്നത്, പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പിൻ, യാഗപീഠത്തിന് ശുശ്രൂഷന്മാരെ മുറയിടുവിൻ, പിന്നെ ദൈവത്തിന്റെ ആലയത്തിൽ ഭോജനയാഗവും പാനീയയാഗവും മുടങ്ങിപ്പോയിരിക്കുന്നു, നിങ്ങൾ രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവിൻ, ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ, യഹോവയോടെ നിലവിളിപ്പിൻ. ഇപ്പോൾ അവരുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ രട്ടുടുത്ത് നിലവിളിച്ച് ഉപവാസത്തോടും കണ്ണീരോടും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക, ഒരു ഉപവാസ ദിവസം പ്രസിദ്ധപ്പെടുത്തുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിപത്തിന് ഒരു പരിഹാരം വരികയുള്ളൂ. നമ്മുടെ ഇടയിൽ നമ്മളുടെ ബന്ധത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആത്മീയ മന്ദീഭവിച്ച ഒരു അവസ്ഥ മാറുവാനായിട്ട് ഇത് മാത്രമേ നമുക്കും പരിഹാരമുള്ളൂ. ദൈവസന്നിധിയിലേക്ക് രട്ടുടുത്ത് മാനസാന്തരപ്പെടുക, ഉപവാസം പ്രഖ്യാപിക്കുക, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക, ദൈവത്തോട് നിലവിളിക്കുക, എങ്കിൽ മാത്രമേ നമുക്കും ഒരു വിടുതലുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് വിടുതലിന്റെ മാർഗം, ദൈവസന്നിധിയിലേക്ക് വരിക. എന്നാൽ അത് അവരനുസരിക്കുന്നില്ലെങ്കിൽ പിന്നീട് തുടർന്നു വരാനുള്ളത് അതിഭയങ്കരമായിട്ടുള്ള യഹോവയുടെ ദിവസം വരുന്നുണ്ടെന്നും പ്രവാചകൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ അനുദപിച്ച് മടങ്ങി വരികയാണെങ്കിൽ അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ ദിവസം അവർക്ക് ലഭിക്കും. എന്നാൽ അവരനുദപിച്ച് വന്നില്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ, യഹോവയുടെ ദിവസം അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അത് ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ പുസ്തകത്തിലെ 3 പ്രധാന ദൂതുകൾ നമുക്ക് പ്രത്യേകതയുള്ള, അല്ലെങ്കിൽ 3 പ്രധാന ദൂതുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് നമ്മളിപ്പോ പറഞ്ഞ പോലെ യഹോവയുടെ ദിവസം. ദിവസത്തെ കുറിച്ചുള്ള ദൂത് നമുക്ക് ഈ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 5 പ്രാവശ്യം
ഈ ഒരു ഫ്രേസ് യഹോവയുടെ ദിവസം എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് ഈ യോവേൽ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. 5 പ്രാവശ്യം, ഈ 3 അധ്യായത്തിൽ 5 പ്രാവശ്യം യഹോവയുടെ ദിവസം എന്നുള്ള പദപ്രയോഗം നമുക്ക് കാണാം. 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു. അതുപോലെ 2-ാം അധ്യായം 1-ാം വാക്യം, സിയോനിൽ കാഹളം ഊതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട് അത് അടുത്തിരിക്കുന്നതുകൊണ്ട് ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. പിന്നെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന് വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ, യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. പിന്നെ 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 3-ാം അധ്യായം അതിന്റെ 3-ാം അധ്യായം 14-ാം വാക്യം, 2-ാം അധ്യായം 31-ല് യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. പിന്നെ 3-ാം അധ്യായം 14-ാം വാക്യം, അങ്ങനെ 4 പ്രാവശ്യം ഈ യോവേൽ പ്രവചനത്തില് 5 പ്രാവശ്യം യഹോവയുടെ ദിവസം എന്നുള്ള ആ ഒരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവര് മാനസാന്തരത്തിലേക്ക് വരാൻ താമസിച്ചതുകൊണ്ട് യഹോവയുടെ ദിവസം അവർക്ക് ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഹോവയുടെ ദിവസം കാണിക്കുന്നത് പ്രധാനമായിട്ടും ന്യായവിധിയാണ്. യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അത് ന്യായവിധിയാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. അപ്പോൾ ഈ യഹോവയുടെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യഹോവ ദൈവമായിട്ട് വെളിപ്പെടുകയും യഹോവ പ്രത്യേക രീതിയിൽ തന്റെ ജനത്തോട് ഇടപെടുകയും ചെയ്യുന്ന ദിവസത്തെയാണ്, അല്ലെങ്കിൽ ആ സമയത്തെയാണ് യഹോവയുടെ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ദിവസം സംബന്ധിച്ച് വീണ്ടെടുക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നവർക്ക് അത് അനുഗ്രഹവും വിടുതലിന്റെ ദിവസമാണ്. എന്നാൽ ദുഷ്ടന്മാരെ സംബന്ധിച്ച് അവർക്ക് ശിക്ഷ നൽകുന്ന ന്യായവിധിയുടെ ദിവസവുമായിട്ടാണ് യഹോവയുടെ ദിവസം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ ഒരേ സമയം അതിൽ അനുഗ്രഹവുമുണ്ട്, ഒരേ സമയം ന്യായവിധിയുമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ജനത്തിന് അനുഗ്രഹവും വിടുതലും, എന്നാൽ അതേസമയം ദുഷ്ടന്മാർക്ക് ശിക്ഷയും അതുപോലെ ന്യായവിധിയും നൽകുന്ന ദിവസമാണ് യഹോവയുടെ ദിവസം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രവചനത്തിൽ പലപ്പോഴും ഈ യഹോവയുടെ ദിവസം എന്നുള്ള വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രധാനമായിട്ടും ദൈവത്തിന്റെ ന്യായവിധിയെയാണ് അത് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവര് ദൈവത്തെ വിട്ട് അകന്നുപോയ സമയത്ത്, ദൈവത്തിൽ തെറ്റ് ചെയ്ത് അകന്നുപോയ സമയത്തൊക്കെയും ഭാഗികമായിട്ട് യഹോവയുടെ ദിവസം വന്നു, അവർക്ക് സംഭവിച്ചു. ന്യായവിധിയുടെ ദിവസം അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ അവർക്ക് ഭാഗികമായിട്ട് യഹോവയുടെ ദിവസം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. എന്നാല് പിന്നീട് മുഴുവനായിട്ട്, അതായത് ആത്യന്തികമായിട്ട് യഹോവയുടെ ദിവസം നിറവേറ്റപ്പെടും. അത് നമുക്ക് മനസ്സിലാക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ യഹോവയുടെ ദിവസത്തിന്റെ ആ ആത്യന്തികമായിട്ടുള്ള നിറവേറലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ ദിവസം അത് മഹാവീണത്തോടുകൂടെ തുടങ്ങും, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർത്താവ് സഭയെ ചേർക്കാൻ വരുന്ന ആ വരവോടുകൂടെ യഹോവയുടെ ദിവസം തുടങ്ങും. കാരണം കർത്താവ് സഭയെ ചേർത്താൽ ഉടനെ മഹാപീഡനം ആരംഭിക്കുകയാണ്. മഹാപീഡനം യഹോവയുടെ ദിവസത്തിന്റെ ആദ്യത്തെ ഫേസ് ആണ്, ആദ്യത്തെ കാലഘട്ടമാണ്. എന്നാൽ അതിനുശേഷം വരുന്ന സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ചയും അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും ഇതെല്ലാം യഹോവയുടെ ദിവസത്തിൽ നിറവേറപ്പെടുവാനുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരേ സമയം തന്നെ യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരെ സംബന്ധിച്ച് അത് ന്യായവിധിയുടെ ദിവസമാണ്. എന്നാൽ ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് വിടുതലിന്റെയും ആശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിവസമാണ് യഹോവയുടെ ദിവസം. അപ്പോൾ ന്യായവിധി എന്ന് പറഞ്ഞാല് 7 വർഷത്തെ മഹാപീഡന കാലം, എന്നാൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ചയും അതിനുശേഷമുള്ള സമയം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നുണ്ട് കർത്താവിന്റെ നാൾ എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കർത്താവിന്റെ നാൾ വരുന്നു. നമുക്ക് ഒന്ന് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്ന, കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിന്റെ നാൾ വരുന്നു നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതല്ല.
ഈ കർത്താവിന്റെ നാളെന്ന് നമ്മൾ വിചാരിക്കുന്നത് കർത്താവ് സഭയെ ചേർക്കാൻ വരുന്ന വരവായിട്ടാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ, കർത്താവ് സഭയെ ചേർക്കാൻ വരുന്ന വരവ് ഓടാണ് യഹോവയുടെ ദിവസം തുടങ്ങുന്നത്. പക്ഷേ അത് ആരംഭം മാത്രമാണ്. അതിനുശേഷം മഹാപീഡനകാലം, അതിനുശേഷം സഹസ്രാബ്ദ വാഴ്ച, പിന്നെ പുതിയ ആകാശവും ഭൂമിയും, ഇതൊക്കെ ആ യഹോവയുടെ ദിവസത്തില് ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യോവേൽ പ്രവാചകൻ ഇവിടെ പറയുന്നത്, ഇവരോട് പറയുമ്പോൾ യഹോവയുടെ ദിവസം വരുന്നു, അതായത് ഇവരോടുള്ള ബന്ധത്തില് ഉടനെ വരുന്ന ഒരു യഹോവയുടെ ദിവസം അല്ലെങ്കിൽ ന്യായവിധിയെയാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവര് ദൈവത്തിൽ നിന്ന് അകന്ന് അന്യദൈവങ്ങളെ സേവിച്ച് പോയ ഈ യഹൂദ ജനത്തിന് അവർക്ക് യഹോവയുടെ ദിവസം വരുന്നു എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകുകയാണ്. എന്നാല് ഈ നാം ചിന്തിച്ചതുപോലെ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ദൈവം തന്നെ ജനത്തോട് ഇടപെടുന്ന വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്, കാലയളവാണ്. അപ്പോൾ പലപ്പോഴും യഹോവയുടെ ദിവസം എന്നുള്ളത് ഇസ്രയേലിനോട് ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രവചന പുസ്തകങ്ങളിൽ പലയിടത്തും യെശയ്യാ പ്രവചനത്തില്, യെഹെസ്കേലിന്റെ പ്രവചനത്തില്, സെഫന്യാവില്, ആമോസില് ഒക്കെ നമുക്ക് ആ യഹോവയുടെ ദിവസത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതില് പല ഭാഗത്തും ഇസ്രയേലിനോട് ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റ് ചില ഭാഗങ്ങളില് നാം ഓബദ്യാവിന്റെ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏദോമിനോടുള്ള ബന്ധത്തിൽ ന്യായവിധി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ യെശയ്യാവിൽ തന്നെ അശൂരിനെയും ബാബിലോണിനെയും ദൈവം ന്യായം വിധിക്കുന്ന കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മറ്റ് ജാതികളുടെ മേലും ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഹോവയുടെ ദിവസം അത് പ്രധാനമായിട്ടും ന്യായവിധിയെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഹോവയുടെ ദിവസം വരുന്നു എന്ന് നാം കാണുമ്പോൾ അത് ന്യായവിധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാൽ ന്യായം വിധിക്കുമ്പോൾ തന്നെ നീതിമാന്മാരെ സംബന്ധിച്ച് അത് ആശ്വാസത്തിന്റെയും അതിന് വിടുതലിന്റെയും സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ന്യായവിധിയുടെ ദിവസമാണ്. പലപ്പോഴും ന്യായവിധി വന്നിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് നടക്കാൻ പോകുന്നത് മഹാപീഡനകാലവും അതുപോലെ അതിനെ തുടർന്നുള്ള സഹസ്രാബ്ദ വാഴ്ചയും ആ കാലഘട്ടമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ യോവേൽ പ്രവാചകൻ യഹൂദയോടാണ് പ്രവചിച്ചത്. അപ്പോൾ യഹോവയുടെ ദിവസത്തെ കുറിച്ച് യഹൂദയോട് അറിയിച്ചെങ്കിൽ ആമോസ് വരുമ്പോൾ ആമോസ് ഇസ്രയേലിനോട് ഇത് വിളിച്ചറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് രാജ്യങ്ങളായിട്ടാണല്ലോ ശലോമോന് ശേഷം പിരിഞ്ഞത്, ഇസ്രയേലും യഹൂദയും. അപ്പോൾ യഹൂദയോടാണ് യോവേലിന്റെ അരുളപ്പാട്, യഹോവയുടെ ദിവസം അവർക്ക് വരുന്നു. എന്നാൽ പിന്നീട് ആമോസ് ഇതേ യഹോവയുടെ ദിവസം ഇസ്രയേലിനുള്ള ബന്ധത്തിൽ നിറവേറും അല്ലെങ്കിൽ അവർക്ക് വരുന്നു എന്ന്, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെ സംബന്ധിച്ച് ആമോസ് പ്രവചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില വാക്യങ്ങൾ നമുക്ക് വ്യക്തം വായിക്കാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം. അവൻ പറഞ്ഞത്, യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്നെ നാദം കേൾപ്പിക്കും. അപ്പോൾ ഇടയന്മാരുടെ മേച്ചൽപ്പുറങ്ങൾ ദുഃഖിക്കും, കർമ്മേലിന്റെ കൊടുമ്പൊടി വാടിപ്പോകും. അതുപോലെ 5-ാം അധ്യായം ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 18-ഉം 20-ഉം വാക്യങ്ങൾ. ആമോസ് 5:18. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അപ്പോൾ നിങ്ങൾ യഹോവയുടെ ദിവസത്തെ കുറിച്ച് വാഞ്ചിച്ച് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. അത് നിങ്ങൾക്ക് ഇരുട്ടാണ്, വെളിച്ചമല്ല. കാരണം അവരത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്ന് പോയ ഒരു ജനമാണ്. അപ്പോൾ യഹോവയുടെ ദിവസത്തെ കുറിച്ച് അവർക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു വകയുമില്ല. അതുപോലെ അതിന്റെ 20-ാം വാക്യം 5:20, യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ. അപ്പോൾ യഹോവയുടെ ദിവസം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ദുഷ്ടന്മാരുടെ ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവർക്ക് ഇരുളിന്റെയും അന്ധതമസിന്റെയും പേടിപ്പെടുത്തുന്ന ഒരു ദിവസമാണ് അവർക്ക് യഹോവയുടെ ദിവസം. അവരുടെ മേൽ വരാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ള ന്യായവിധിയാണ് കുറിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ യോവേൽ പ്രവചനത്തിലെ 1-ാമത്തെ ദൂതെന്ന് പറയുന്നത് അത് യഹോവയുടെ ദിവസം എന്നുള്ള വിഷയം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീട്
പിന്നീട് രണ്ടാമത്തെ ദൂത് എന്ന് പറയുന്നത് മാനസാന്തരം അല്ലെങ്കിൽ അനുതാപം. അപ്പോൾ അത് നമുക്ക് ഈ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ അവര് ദൈവത്തെ വിട്ട് അകന്നുപോയി, അതുകൊണ്ട് അവർക്ക് വലിയ വിപത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം. തിരിച്ചു വന്നില്ലെങ്കിൽ യഹോവയുടെ ദിവസത്തെ അവർക്ക് അഭിമുഖീകരിക്കാനായിട്ട് വരും. യഹോവയുടെ ദിവസം അവർക്ക് വരും, അല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള ന്യായവിധി അവർക്ക് വരും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ അനുതാപം ഉണ്ടാകുക, ആ വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2:12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുള്ളവരുണ്ടോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ളൊരു അനുഗ്രഹം വെച്ചേക്കില്ല ആർക്കറിയാം. സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം പ്രസിദ്ധീകരിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശദീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെ മുല കുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവിൻ, മണവാളും മണിവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ഈ നിലയിൽ ഒരു അനുതാപത്തിന്റെ അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം അവർക്ക് ഉണ്ടാകണം. അപ്പോൾ അവർക്കുള്ള പരിഹാര മാർഗം എന്ന് പറഞ്ഞാല് ശരിയായിട്ടുള്ള ഒരു അനുതാപം മാത്രമാണ്. അനുതാപത്തോടുള്ള ദൈവസന്നിധിയിലേക്ക് വരിക. വേറെ യാതൊരു പ്രതിവിധിയും അവർ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനായിട്ടില്ല. 12-ാം വാക്യത്തില് ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. ഇപ്പോഴെങ്കിലും സമയം വളരെ അതിക്രമിച്ചു, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു. അപ്പോൾ യഹോവയുടെ ദിവസം നിങ്ങൾക്ക് വരാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ അവസാന സമയത്തെങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങള് അനുദപിച്ച് മാനസാന്തരപ്പെട്ട ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവിൻ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലും അവരോട് ദയ കാണിപ്പാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഒരിക്കലും തന്റെ ജനത്തെ ശിക്ഷിക്കാനായിട്ട് ന്യായവിധിയിലേക്ക് തള്ളിവിടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നന്മ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്കൊരു ശിക്ഷ വരാനായിട്ട്, നമുക്കൊരു ന്യായവിധി വരാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവസാന നിമിഷവും ദൈവം കാത്തിരിക്കുകയാണ്. ഒരു അനുതാപം, ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് വെച്ചുകൊണ്ട്. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. അപ്പോൾ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുള്ളവനാണ്. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. അപ്പോൾ മഹാദയുള്ള ദീർഘക്ഷമയുള്ള ദൈവമാണ്. അവസാന നിമിഷം ദൈവത്തിന് ഇത്രമാത്രം അകന്നും, ഇനി ദൈവത്തിന്റെ ന്യായവിധി മാത്രമേ അവർക്ക് മേൽ വരാനുള്ളൂ. എന്നാൽ ഈ സമയത്തെങ്കിലും, ഈ അവസാന നിമിഷത്തിലെങ്കിലും ഒരു മാനസാന്തരത്തെ അനുഭവം ഉണ്ടെങ്കിൽ അവരോട് ദയ കാണിപ്പാൻ ദൈവം ആഗ്രഹിക്കും. നാം മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു കാര്യമാണിത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ദൈവം നമ്മെ ശിക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന കാർക്കശക്കാരനായിട്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം എന്നുള്ള നമ്മുടെ എന്തെങ്കിലും കുറവുകളെ നോക്കുന്ന ഒരു ദൈവത്തെ എന്നൊരാളായിട്ടാണ് നാം ദൈവത്തെ പലപ്പോഴും കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവം നമ്മെ ശിക്ഷിക്കാനായിട്ട്, ന്യായം വിധിക്കാനായിട്ട് ദൈവം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നാം അതിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മെ ന്യായം അവസാന നിമിഷമെങ്കിലും നമുക്കൊരു അനുതാപവും മാനസാന്തരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദയ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്ക് വരേണ്ടുന്നത് വാസ്തവമായിട്ടുള്ള ഒരു ഹൃദയ ദുഃഖമാണ്. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അവര് ബാഹ്യമായിട്ടുള്ള പ്രകടനത്തിന് അവർ തയ്യാറാണ് എപ്പോഴും. നമ്മളവിടെ വായിക്കുന്നുണ്ട്, 13-ാം വാക്യത്തിൽ വായിക്കുന്ന, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവര് വസ്ത്രം കീറാനായിട്ട് അവർക്ക് യാതൊരു മടിയുമില്ല. അവര് വേണമെങ്കിൽ വസ്ത്രം കീറും. എന്ന ബാഹ്യമായിട്ടുള്ള പ്രകടനം അവർ കാണിക്കും. പക്ഷെ വസ്ത്രങ്ങളല്ല കീറേണ്ടുന്നത്, ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിലേക്ക് വേണം. യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരമാണ് വരേണ്ടുന്നത്. ബാഹ്യ പ്രകടനമല്ല. ബാഹ്യമായിട്ട് നമുക്ക് പലതും പ്രകടിപ്പിക്കാനായിട്ട്, കാണിക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറി ഒരു ശരിയായിട്ടുള്ള അനുതാപവും മാനസാന്തരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന്
ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവൻ ഒരിക്കലും ശുഭം വരത്തില്ല. പലപ്പോഴും നാം നമ്മുടെ ലംഘനങ്ങളെ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്നവന് എപ്പോഴും കരുണ ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യോഹന്നാൻ 1:1 വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് സകല അനീതിയും ക്ഷമിക്കുവാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവന്റെ അടുക്കലേക്ക് കടന്നു വരേണ്ടുന്നത്, ഒരു മാനസാന്തരത്തിന് അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടുന്നത് വളരെ ആവശ്യമാണ്. മാനസാന്തരത്തിന്റെ ആ ഒരു അനുഭവം വരേണ്ടുന്ന സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ അവസാന സമയത്തെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായെങ്കിൽ, ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നാല് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് 2-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് മാനസാന്തരം, അതുപോലെ അനുതാപം എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാന സന്ദേശം നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത് സകല ജഡത്തിന്മേലുമുള്ള ആത്മപകർച്ച. 2-ാം അധ്യായം 28-ഉം 29-ഉം വാക്യം, 2-ന്റെ 28-ഉം 29-ഉം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഇത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇത് മോശയുടെ ഒരു ആഗ്രഹമായിരുന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മോശ പറയുന്നുണ്ട്, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 29-ാം വാക്യം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11-ന്റെ 29. സംഖ്യ 11-ന്റെ 29. അപ്പോൾ മോശ എന്നോട് കൂടെ ഉള്ള ജനം 6,00,000 11-ന്റെ 29. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ മോശ പറയുന്നതാണ്, യഹോവയുടെ ജനം ഒക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ യഹോവ തന്റെ ആത്മാവിനെ എല്ലാവരുടെ മേലും സകല ജനത്തിന്മേലും പകർന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മോശ പറഞ്ഞു. അപ്പോൾ അത് നിവൃത്തിയാകും. അത് സകല ജഡത്തിന്മേലുമുള്ള ആത്മപകർച്ച ഉണ്ടാകുമെന്ന് യോഹന്നാന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഭാഗികമായിട്ടുള്ള നിവൃത്തിയെ നമുക്കറിയാം പെന്തക്കോസ്ത് നാളില് ഉണ്ടായി. പെന്തക്കോസ്ത് നാളില് അവിടെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത അത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അപ്പോൾ പെന്തക്കോസ്ത് നാളില് അന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നു. സഭ സ്ഥാപിതമായി. അപ്പോൾ ദൈവസഭ ഭൂമിയിൽ സ്ഥാപിതമായി. അന്ന് നമുക്കറിയാം, അന്ന് അവിടെ പെന്തക്കോസ്ത് നാളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ, അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ദൈവസഭ രൂപീകൃതമായപ്പോൾ അവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഈ അടയാളങ്ങളോടുകൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടെ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി. പിന്നീട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അന്യഭാഷകളിൽ അവര് സംസാരിച്ചു. അപ്പോൾ അത്
എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഉള്ളവർ കൂടി വന്നപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾ പറയുന്നവർ ഇവര് ലഹരി പിടിച്ചവരല്ല, പിന്നെ ഇത് എന്താണ് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗികമായിട്ടുള്ള നിവൃത്തിയാണ്. നമ്മൾ ഇത് മുഴുവൻ വായിക്കാൻ നമുക്ക് മനസ്സിലാകാം. അതിന്റെ ഒരു ചെറിയ അളവിൽ മാത്രമേ പെന്തക്കോസ്ത് നാളില് അന്ന് അവിടെ നിവർത്തിയായുള്ളൂ. മുഴുവനായിട്ടുള്ള ഒരു നിവർത്തി അന്ന് അവിടെ നടന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മുഴുവനായിട്ടുള്ള നിവൃത്തി അത് സംഭവിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്താണ്. കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മള് പിന്നീട് നമ്മൾ താഴെ കാണുന്നുണ്ട്, അതിന്റെ 19-ാം വാക്യം, ഞാൻ മീതെ ആകാശത്തെ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഇപ്പോൾ ആ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഇപ്പോൾ അതൊന്നും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല, പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചില്ല. എന്നാൽ ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യോവേൽ പ്രവചനത്തിന്റെ ആ ആത്മപകർച്ച അത് സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവ് 1000 ആണ്ട് രാജ്യം ഭരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഈ യോവേൽ പ്രവചനത്തിന്റെ ഘടനയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ചെറിയൊരു പുസ്തകമാണ്, 3 അധ്യായങ്ങളും അതുപോലെ 73 വാക്യങ്ങളുമാണ് നമ്മൾ ഈ പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഉള്ളടക്കത്തോടുള്ള ബന്ധത്തിൽ നാം നോക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തില് വെട്ടിക്കിളി ബാധയും അതുപോലെ ആ നിലയിലുള്ള വിപത്തുകളും നമുക്ക് കാണാം. 2-ാം അധ്യായത്തിൽ യഹോവയുടെ ദിവസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. 3-ാം അധ്യായത്തില് ജാതികളുടെ മേലുള്ള ന്യായവിധി ഒക്കെ 3-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ നോക്കിയാല് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഈ ദേശീയ ദുരന്തങ്ങൾ, അതായത് വെട്ടുകിളി ബാധ, തുള്ളൻ, പുഴു, ഈ കാര്യങ്ങൾ, ഈ ദേശീയ ദുരന്തങ്ങൾ, അതുപോലെ അത് മുഖാന്തരം ഉണ്ടായ വരൾച്ച, അതുപോലെ യുദ്ധം, ഈ ദേശീയ ദുരന്തങ്ങളൊക്കെ അത് ജനത്തിന്റെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് ദൈവം അയക്കുന്നത് എന്ന് അത് ദൈവത്തിന്റെ ന്യായവിധിയാണ് എന്ന് പ്രവാചകൻ വളരെ തറപ്പിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേശീയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലുള്ള വരൾച്ചയും വെട്ടുകിളി ബാധയും യുദ്ധവും ഇങ്ങനെയുള്ള ദേശീയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് ജനത്തിന്റെ പാപത്തിന്റെ ശിക്ഷയായിട്ട് ദൈവം അയക്കുന്ന ന്യായവിധിയാണ് എന്ന് നമുക്ക് ഈ യോവേൽ പ്രവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിന് ഉപവാസത്തോടും വിലാപത്തോടും കൂടെ അനുദപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ് ഇതിനുള്ള ഒരേ ഒരു പരിഹാര മാർഗമെന്നും നമുക്കിത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിലുള്ള ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഏക പ്രതിവിധിയേ ഉള്ളൂ, അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തോടും വിലാപത്തോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരിക, ദൈവജനം ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. അത് മാത്രമാണ് അതിനുള്ള ഒരു പരിഹാര മാർഗം. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു വരേണ്ടുന്നത് ആവശ്യമാണ്. പിന്നീട് 3-ാമതായിട്ട് നമ്മൾ കാണുന്നത്, ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? ആരൊക്കെയാണ് മാനസാന്തരപ്പെടുന്നത്? എല്ലാവരും മാനസാന്തരപ്പെടണം. നമ്മൾ ഇത് കാണുന്നുണ്ട്, എല്ലാവരും മാനസാന്തരപ്പെടണം. നമ്മള് ചിന്തിക്കും, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിന് ചിലരൊക്കെ മാനസാന്തരപ്പെട്ടാൽ മതിയോ? ചിലർ പറയും ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും ശരിയല്ല, അതുകൊണ്ട് അവരെല്ലാവരും മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ സഹോദരിമാര് ശരിയല്ല, അവരും മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ സഭയിലെ മൂപ്പന്മാര് ശരിയല്ല, അവര് മാനസാന്തരപ്പെടണം. എന്നാല് നമ്മൾ ഇവിടെ ഈ പുസ്തകത്തിൽ കാണുന്നത് അങ്ങനെയല്ല, എല്ലാവരും മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. മൂപ്പന്മാര് മാനസാന്തരപ്പെടണം, മക്കള് മാനസാന്തരപ്പെടണം, മദ്യപന്മാര് മാനസാന്തരപ്പെടണം, കൃഷിക്കാര് മാനസാന്തരപ്പെടണം, പുരോഹിതന്മാര് മാനസാന്തരപ്പെടണം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം അതിന് 2-3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മൂപ്പന്മാരേത് കേൾപ്പിൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവർ ചെവിക്കൊള്ളുവിൻ, നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. അപ്പോൾ എല്ലാവരോടും കൂടെയാണ് പറയുന്നത്, സകല ജനത്തോടും കൂടെയാണ് പറയുന്നത്. അതുപോലെ 1-ാം അധ്യായം 5-ാം വാക്യത്തില് 2-ാം വാക്യത്തില് മൂപ്പന്മാര്, മക്കള്, പിതാക്കന്മാര്, ഇവരെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 5-ാം വാക്യത്തിൽ 1-5 നമ്മൾ വായിക്കുന്നത്, മദ്യപന്മാരെ ഉണർന്ന് കരവിൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കാൻ മുറവിടുവീൻ. അപ്പോൾ മദ്യപന്മാരോട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 1-ാം അധ്യായം
11-ാം വാക്യത്തില് അവിടെ ആരാണ് മാനസാന്തരപ്പെടുന്നത്? കൃഷിക്കാരെ ലജ്ജിപ്പീൻ, മുന്തിരി തോട്ടക്കാരെ ഗോതമ്പിനെയും ജവത്തെയും ചൊല്ലി മുറവിടുവിൻ, വയലിലെ വിളവ് നശിച്ചു പോയല്ലോ. അവിടെ കൃഷിക്കാര് ലജ്ജിക്കാൻ അവര് മാനസാന്തരപ്പെടേണ്ടത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 1-13 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പിൻ, യാഗപീഠത്തിന്റെ ശുശ്രൂഷക്കാരെ മുറയിടുവിൻ, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ ഭോജനയാകവും പാനീയയാകവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കുകൊണ്ട് നിങ്ങളും വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവിൻ. അപ്പോൾ ആരാണ് മാനസാന്തരപ്പെടേണ്ടത്? ആരാണ് രട്ടുടുത്ത് ഉപവസിച്ച് വിലപിക്കുന്നത്? എല്ലാവരും ഒരുമിച്ച്, ഉപ്പന്മാരും മക്കളും മദ്യപന്മാരും കൃഷിക്കാരും പുരോഹിതന്മാരും എല്ലാവരും ഒരുമിച്ച് ഉപവസിച്ചെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അവിടെ അതിന്റെ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശദീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തിൻ, പൈതങ്ങളെ മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ. പൈതങ്ങളെ മുല കുടിക്കുന്നവരെയും വരെ കൂട്ടണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. നിങ്ങൾ ഒരുമിച്ച് രട്ടുകൊടുത്ത് ഉപവസിച്ച് ദൈവത്തോട് നിലവിളിക്കണം. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ അത് മാത്രമാണ് ഏക പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് നമുക്കെല്ലാവർക്കും ഒരുപോലെ മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട്. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി പോകേണ്ടത് ആവശ്യമാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയും, എന്നാൽ അവര് മാത്രം പോരാ, നാമും തെറ്റുകാരാണ്, നാമും ദൈവത്തിൽ നകന്നവരാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരെയും മാനസാന്തരത്തിനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് യോവേലിന്റെ പ്രവചനം. അതുപോലെ ഈ പ്രവചനത്തിന്റെ പ്രധാന വാക്യങ്ങൾ എന്ന് പറയുന്നത് താക്കോൽ വാക്യങ്ങളായിട്ട് 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. അത് നമ്മൾ വായിച്ചു. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവം ഉള്ളവനല്ലോ. അപ്പോൾ ഇപ്പോഴെങ്കിലും, ഈ സമയം അതിക്രമിച്ച സമയത്തെങ്കിലും സഭയായിട്ട് എല്ലാവരും ഒരുമിച്ച് ദൈവസേനയിൽ കടന്നു വന്ന് ഉപവാസത്തോടും കണ്ണീരോടും വിലാപത്തോടും കൂടെ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് വരേണ്ടുന്നത് ആവശ്യമാണ്. അതുപോലെ തന്നെ 32-ാം വാക്യത്തില്, എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഒരു യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പുസ്തകം യോവേലിന്റെ പ്രവചനം നമ്മൾ ഓർത്തുപോലെ 3 അധ്യായങ്ങൾ മാത്രമുള്ള ചെറിയൊരു പ്രവചനമാണ്. എന്നാൽ നമുക്ക് അനേക കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് യോവേലിന്റെ പുസ്തകം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വിപത്തുകൾ വരുമ്പോൾ ഈ ദേശത്തിന്മേൽ വന്ന വലിയ വിപത്ത്, തുള്ളൻ, വെട്ടുക്കിളി, അതുപോലെ പച്ചപ്പുഴു, ഇതൊക്കെ മുഖാന്തരം വലിയ വരൾച്ചയിലേക്ക് അവര് പോകുന്ന ഒരവസ്ഥ. അത് ദൈവത്തിന്റെ ശിക്ഷയാണ്. ദൈവത്തിൽ നിന്ന് അവരകന്ന് അന്യദൈവങ്ങളെ സേവിച്ച് പോയതിനുള്ള വലിയ ശിക്ഷയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് രട്ടുകൊടുത്ത് ഉപവാസത്തോടും കരച്ചിലോടും നിലവിളിയോടും കൂടെ ദൈവസേനയിലേക്ക് വന്നാൽ മാത്രമേ അതിനൊരു വിടുതൽ ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ യഹോവയുടെ ദിവസം അത് എത്രയും പെട്ടെന്ന് വരും. ദൈവത്തിന്റെ ന്യായവിധി പെട്ടെന്ന് വരും. അത് നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ഇത് യഹൂദ ജനത്തോട് മാത്രമുള്ള സന്ദേശമല്ല, നമ്മോടും ഉള്ള സന്ദേശമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് നാം വളരെ ഗൗരവമായിട്ട് ഈ സന്ദേശത്തെ എടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അതിന് വലിയ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുന്നു.